Hi everyone. A warm welcome to all of you. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഗ്രാമർ നമ്മൾ നോക്കി, വൊക്കാബുലറിക്കുള്ള വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. റൈറ്റിങ്ങിനെ കുറിച്ച് കൂടുതലല്ലെങ്കിലും റൈറ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണല്ലോ പ്രൊനൗൺസിയേഷൻ. അപ്പം എപ്പോഴും ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർ, നേറ്റീവ് അല്ലാതെ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് എപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറവുകൾ എപ്പോഴും കാണും. അപ്പം എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് വേർഡ്സ് ഉണ്ട്. എത്ര നമ്മൾ കെയർഫുൾ ആകാൻ ശ്രമിച്ചാലും പഠിച്ചു വന്നതുപോലെ നമ്മൾ പറയുള്ളൂ. പക്ഷെ അത് ഏതൊക്കെ വേർഡ്സ് ആണ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ ആ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കെയർഫുൾ ആവും. അതിനുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ വേർഡ് ബുധനാഴ്ച. ഇറ്റ്സ് എ ഡേ ഓഫ് ദ വീക്ക് അല്ലേ? ബുധനാഴ്ച നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ പറയണത് വെനസ്ഡേ എന്നാണ്. വെനസ്ഡേ, വെഡ്നെസ്ഡേ അല്ലേ? പക്ഷേ ഡി എന്നുള്ള ലെറ്റർ അവിടെ സൈലന്റ് ആയിരിക്കണം. അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് വെൻസ്ഡേ. ഇറ്റ് ബി പ്രൊനൗൺസ്ഡ് വെൻസ്ഡേ, വെൻസ്ഡേ. അങ്ങനെ വേണം പ്രൊനൗൺസ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് രസീത്. നമ്മൾ പറയുന്നത് എന്താ? റിസീപ്റ്റ് അല്ലേ? പക്ഷേ പി സൈലന്റ് ആണ്. ഇതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് റിസീറ്റ്. ഇറ്റ് ഈസ് റിസീറ്റ്. ഈ സൗണ്ട് അലോങ് ഈ ആ വരുന്നത്, റിസീറ്റ്. ഓക്കെ, ഇവിടെ FOOTയുമുണ്ട്, FOODയുമുണ്ട്. FOOD ഭക്ഷണം. ഭക്ഷണത്തിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ലോങ് ആണ്. ഫൂഡ്. അത് ഓയല്ല, FOO. നമ്മൾ എന്താണ് ഫൊണറ്റിക് സ്ക്രിപ്റ്റ് എഴുതി വരുമ്പം അത് ഉ ആണ് വരുന്നത്, ഊ സൗണ്ട് ആണ്. അപ്പം ഇറ്റ് ഈസ് ഫൂഡ്. മറ്റേത് എന്താണ്? ഫുഡ്, പാദം. ഫുഡ് ഷോർട്ടാണ്, ഫുഡ്. മറ്റേത് ഫൂഡ്. ഓക്കെ, ഇത് നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ അറിയാതെ മറ്റേ രീതിയിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ പറയുമ്പോൾ വീഡിയോ, ദീർഘവും വീഡിയോ, ഓ സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് പറയേണ്ടത് വീഡിയോ, വീഡിയോ. ഓ സൗണ്ടിലേക്കാണ് അത് പോകുന്നത്, വീഡിയോ. ഓക്കെ, ഈ വേർഡിനെ നമ്മൾ രണ്ട് രീതിയിൽ കേൾക്കാറുണ്ട്. ഒന്ന് UK പ്രൊനൗൺസിയേഷൻ, ദാറ്റ് ഈസ് ദ ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനും ദ അതർ വൺ US പ്രൊനൗൺസിയേഷൻ. നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് UKയുടെ മതി നമുക്ക്. സോ നമ്മൾ ഇതിനെ പറയേണ്ടത് ഷെഡ്യൂൾ എന്നാണ്. ഡസൻറ്റ് മീൻ ദാറ്റ് മറ്റേത് തെറ്റാണെന്ന്. അത് അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ആണ്, ദാറ്റ് ഈസ് സ്കെഡ്യൂൾ. അതാണ് സ്കെഡ്യൂൾ. നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്തത്. ഓക്കെ, ഈ വേർഡ് പരസ്യം. പരസ്യത്തിന്റെ ആദ്യം കിടക്കുന്നത് A ആണ്. അപ്പോൾ ഒന്നിലെ നമ്മൾ ആ എന്ന് പറയും, അല്ലെങ്കിൽ ആ എന്ന് പറയും. ആ രണ്ട് സൗണ്ടും വരും, ആ സൗണ്ടും വരും. പക്ഷെ ഇവിടെ നമ്മൾ സൗണ്ടാ വരേണ്ടത്. ഓൾസോ ദീർഘം വരേണ്ടത് VE കഴിഞ്ഞിട്ടാണ്. അപ്പൊ എങ്ങനെ വരും ആ വേർഡ്? അഡ്വേർട്ടിസ്മെന്റ്, അഡ്വേർട്ടിസ്മെന്റ്. ഒന്നുകൂടെ പറയാം, അഡ്വേർട്ടിസ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് അവസരം. അവസരത്തിന് നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാറുണ്ട്, ഞാനും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോ വേണ്ട. ഫസ്റ്റ് വൺ ഈസ് ഓ തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ PO ഉണ്ടല്ലോ, PO വരുമ്പോ സൗണ്ട് മതി, പോ എന്ന് വേണ്ട. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതിനെ എങ്ങനെ വരും? ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി. അപ്പൊ അവിടെ ദീർഘം വരുന്നത് TUന് ശേഷമാണ്, നീട്ടി നമ്മൾ പറയേണ്ടത്. ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അടുത്തത് സലാഡ് എന്ന് കേൾക്കാറുണ്ട്, സാലഡ് എന്ന് കേൾക്കാറുണ്ട്. ഏത് വേണം? അവിടെ നമുക്ക് വേണ്ടത് ആ സൗണ്ടുമാണ് വേണ്ടത്, ആയല്ല ആ. സാലഡ്, സാലഡ്. ദീർഘമാണ് വേണ്ടത്, സലാഡ് അല്ല, സാലഡ്. ഓക്കെ, അടുത്തത് പിസ്സ. സൗണ്ട് കൂടെ വേണം, പിസ്സ അല്ല, പിസ്സ. നെക്സ്റ്റ് വൺ ബദാം. ബദാമിന്റെ ഇംഗ്ലീഷ് ആണ് എഴുതിയിരിക്കുന്നത്, ALMOND. അപ്പം അതിനകത്ത് ലോങ് ആയിട്ടാണ് ഫസ്റ്റ് സൗണ്ട് വരേണ്ടത്. ആ എല്ല് സൈലന്റുമാണ്. ആൽമണ്ട് അല്ല, ഇറ്റ് ഈസ് ആമണ്ട്, ആമണ്ട്. നെക്സ്റ്റ് വൺ വളരെ സുഖകരമായി ഇരിക്കുന്ന ഒരവസ്ഥ അല്ലെ? അതിനെ നമ്മൾ കംഫർട്ടബിൾ, കംഫോർട്ടബിൾ അല്ല,
കംഫർട്ടബിൾ. സൗണ്ട് ആവുന്നു. കംഫർട്ടബിൾ, കംഫർട്ടബിൾ. ഓക്കെ. നെക്സ്റ്റ്, പ്രൊനൗൺസും ഉണ്ട്, പ്രൊനൗൺസിയേഷനും ഉണ്ട്. ഹൗ ഡു യു പ്രൊനൗൺസ് ദിസ് വേർഡ്? അവിടെ നൗ, സൗണ്ട് ആണ് വരുന്നത്. പക്ഷേ പ്രൊനൗൺസിയേഷൻ സ്പെല്ലിംഗ് തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. ഈ സ്പെല്ലിംഗ് ചേഞ്ച് ഒക്കെ ഇതെല്ലാം ഈ വീഡിയോയുടെ സ്പെല്ലിങ്, പ്രൊനൗൺസിയേഷന്റെ സ്പെല്ലിങ്, ഇതൊക്കെ നമ്മൾ തെറ്റിക്കുന്ന സ്പെല്ലിംഗ്, സെറ്റ് ഓഫ് സ്പെല്ലിംഗ് ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വേർഡ്സ് എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്തുന്ന കുറേ വേർഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പം ഇത് NUN ആണ്. പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ NOUN എന്നാണ് സ്പെല്ലിംഗ് വരുന്നത്. ഇവിടെ വരുമ്പോൾ O ഇല്ല. അപ്പൊ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഈസ് ഓൾസോ ഡിഫറെന്റ്. അത് പറയേണ്ടത്, ഉച്ചരിക്കുന്നതും ഡിഫറെന്റ് ആവും. എങ്ങനെയാവും? പ്രൊനൗൺസിയേഷൻ. ഇറ്റ് ഈസ് നോട്ട് പ്രൊനൗൺസിയേഷൻ, ഇറ്റ് ഈസ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, നൺ സൗണ്ട് ആണ്. നെക്സ്റ്റ് വൺ, തള്ളവിരല്. നമ്മൾ പറയും തമ്പ് ഇംപ്രഷൻ. തമ്പ് എന്നല്ല പറയണ്ടത്, ബി ഈസ് സൈലന്റ്. thumb, thumb expression. thumb will do. thumb എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മളെ പൈപ്പ് വർക്കിനൊക്കെ വരുന്നവരെ നമ്മൾ ഇതെങ്ങനെയാ പറയണേ? പ്ലംബർ. പക്ഷെ അവിടെയും ബി സൈലന്റ് ആണ്. പ്ലംബർ, പ്ലംബർ. ഓക്കെ. അടുത്തത് വാള്. യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാളുണ്ടല്ലോ, അതിനെ നമ്മൾ സ്വേർഡ് എന്നായിരിക്കും വായിക്കുന്നത്, W ഉള്ളത് കൊണ്ട്. പക്ഷെ W സൈലന്റ് ആണ്. ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ്, ഷുഡ് ബി പ്രൊനൗൺസ്ഡ് sword, sword. നെക്സ്റ്റ് വൺ, സട്ടിൽ. ബി സൈലന്റ് ആണ്. അടുത്തത് കാസിൽ. ടി സൈലന്റ്. കൊട്ടാരം. കാസിൽ എന്ന് പറയുമ്പോഴത്തേക്കും മാളിക, കൊട്ടാരം, കാസിൽ. അടുത്തത് നമ്മൾ പറയും ഹാൻകർച്ചീഫ്. അതിനെ നമ്മൾ പറയേണ്ടത് ഹാൻകർച്ചീഫ്, ഹാൻകർച്ചീഫ്. ഹാങ് സൗണ്ട് വരുന്നുണ്ട്. ഹാങ് ചീഫ്, CHIE പാർട്ട്. ഐ വരുമ്പോൾ നമ്മൾ ലോങ് ആയിട്ടാണ് പറയണത്. ഹാൻകർച്ചീഫ്, ഹാൻകർച്ചീഫ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓണസ്റ്റ്. H സൈലന്റ് ആണ്, H ഇല്ല അവിടെ. അപ്പം ഓണസ്റ്റ്, O സൗണ്ട് ആണ്. ഓണസ്റ്റ്, ഓണസ്റ്റ്. നെക്സ്റ്റ് വൺ, P സൈലന്റ്. എങ്ങനെ വരും? ക, ആ സൗണ്ട്. ക, കബർഡ്, കബർഡ്. നെക്സ്റ്റ് വൺ, ഡൗട്ട്. അത് ഡൗട്ട് ഇല്ല അല്ലേ? ബി സൈലന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഡബിൾ ആരും പറയാറില്ല, ഡൗട്ട് എന്ന് തന്നെയാണ് പറയാറ്. അപ്പം sword, saddle, castle, handkerchief, honest, cupboard, doubt. നെക്സ്റ്റ്, solemn. ലാസ്റ്റ് വരുന്ന N സൈലന്റ് ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. ഇതിലെല്ലാം തന്നെ N പറയുന്നില്ല നമ്മൾ, പക്ഷെ എഴുതുമ്പോൾ ഉണ്ട്. solemn എന്ന് പറഞ്ഞാൽ സീരിയസ് എന്നുള്ള മീനിങ് ആണ്. solemn. him, HIM പറയണ പോലെ തന്നെയാണ് ഇത് പറയണത്, him. അടുത്തത് വരുന്നത് എന്താണ്? column, column. O സൗണ്ട് തന്നെയാണ്. CO എന്ന് പറയുന്നത് O തന്നെയാണ്. column. നെക്സ്റ്റ് വൺ ഈസ് ഖണ്ഡം, ഖണ്ഡം. ഓട്ടം, ഓ, ലോങ് ഓയാണ് വരുന്നത്. ഓട്ടം, ഓട്ടം. ന്യൂമോണിയ, ന്യൂമോണിയ എന്നുള്ള ഡിസീസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പി സൈലന്റ് ആണ്. സൈക്കോളജി, പി സൈലന്റ് ആണ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഇറ്റ് ഷുഡ് ബി പ്രൊനൗൺസ്ഡ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഖണൽ. L സൈലന്റ് ആണ്. COL വരുന്നുണ്ട്, ആ L സൈലന്റ് ആണ്. ഖണൽ. എഗെയിൻ നെക്സ്റ്റ് വൺ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കോംബ് എന്നാണ്. വെർ ഇസ് മൈ കോംബ്? കോംബ് അല്ല, കോം, കോം എന്ന് മതി. കോം, പ്ലമർ, തം, കോം, അതൊക്കെ ഓർത്തിരിക്കുക. അടുത്തത് സാൻഡ്വിച്ച്. ഇല്ല, D ഇല്ല. സാൻഡ്വിച്ച്, സാൻഡ്വിച്ച്. അത് മിക്കവാറും എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് കേൾക്കണതും പറയണതും അല്ലേ. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഈസ് ടൂം. ടോംബ് അല്ല, ടൂം, ശവകുടീരം. ഇതാണ് ടൂം. ഇപ്പം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പറയുമ്പോൾ എത്ര പെട്ടെന്നൊന്നും ഇത് വന്നില്ലെങ്കിലും ശ്രദ്ധിക്കുക, കെയർഫുൾ ആവുക. ഇതൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോയാൽ അത് തെറ്റിയല്ലോ, അപ്പൊ നെക്സ്റ്റ് ടൈം അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തേത് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. See you soon with another useful video. Till then, bye.